IT ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ഇരിങ്ങോൾ കാവലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വൻമരങ്ങളും വള്ളികളും അടിക്കാടുകളും നിറഞ്ഞു പന്തലിച്ചു നിൽക്കുന്നു. പ്രകൃതിയെ ദേവതയായി ആരാധിക്കുന്ന കോവിൽ. ഈ കാവിലെ മരങ്ങളാണ് ഇവിടുത്തെ ഉപദേവതമാർ. വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും ഒന്നുമില്ലാത്ത ഒരു കാടാണിത്. ഈ ക്ഷേത്രത്തിലേക്ക് പ്രധാനമായും 3 വഴികളാണുള്ളത്. കൂടാതെ കൊച്ചു നടപ്പാതകളുമുണ്ട്. ഒരു നാടിൻ്റെ നന്മ ഈ കാവ് സംരക്ഷണത്തിനുണ്ട് എന്നുള്ളത് തീർച്ച. ഏകദേശം 50 ഏക്കർ വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതു വേനലിലും വെള്ളമുണ്ടാകും. വേരുകളുടെ വല തീർത്ത ജലസംഭരണി. ജാതിമത ഭേദമെന്നെ ഏതു വിശ്വാസിക്കും ശുദ്ധിയോടെ അമ്പലത്തിൽ വരാം. രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും രാത്രി ഭദ്രകാളിയായും 3 ഭാവങ്ങളിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിലെ ഭിത്തിയിടൽ ചടങ്ങ് പ്രസിദ്ധമാണ്. പുരാതന കാലത്ത് വനത്തിനുള്ളിലെ ദേവീ ചൈതന്യം കല്ലിൽ ദർശിച്ച പുലേ സമുദായത്തിൽപ്പെട്ട സ്ത്രീയുടെ പിന്തലമുറക്കാരാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം. പണ്ട് 32 ഇല്ലങ്ങൾക്കായിരുന്നു ക്ഷേത്രത്തിന്റെ ചുമതല. അതിൽ നാഗഞ്ചേരി മല ഇവിടെ അടുത്താണ്. അവിടെ ഇപ്പോൾ ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത മ്യൂസിയവും പാർക്കും നിർമ്മിച്ചിട്ടുണ്ട്.
എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ പട്ടാലിൽ നിന്ന് ഏകദേശം 500 മീറ്റർ അകലെയായാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇരിങ്ങോൾ പൂരം ചരിത്ര പ്രസിദ്ധമാണ്. നാനാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പല ദേശത്തു നിന്നും ഈ പൂരം കൊണ്ടാടാൻ ഇവിടെ എത്താറുണ്ട്. മീനമാസത്തിലെ പൂരമാണ് പ്രസിദ്ധം. പിടിയാനകൾ മാത്രമാണ് ഇതിൽ അണിനിരക്കുന്നത്. മീനൻ 2 മുതൽ 10 വരെയാണ് പൂരം കൊണ്ടാടുന്നത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നത് വരെ ടാറ്റാ ബൈ ബൈ.